JF-17 തണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു യുദ്ധവിമാനം അങ്ങ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഉണ്ടാക്കി വെച്ചല്ലോ. തണ്ടർ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യമൊക്കെ പേരിനുണ്ടെങ്കിലും ശരിക്കും തണ്ടൊടിഞ്ഞ് കിടക്കുകയാണ് ഈ വിമാനം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നൈജീരിയയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് 3 യുദ്ധവിമാനങ്ങൾ ആദ്യം നൈജീരിയ വാങ്ങുന്നു. JF-17 തണ്ടർ വിമാനങ്ങളാണ് വാങ്ങുന്നത്. ഈ വിമാനങ്ങളിൽ 2 തണ്ടൊടിഞ്ഞ് അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നൈജീരിയ പറയുന്നത്. നൈജീരിയൻ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 3 വിമാനങ്ങൾ വാങ്ങുന്നത്. 2021 JF-17 യുദ്ധവിമാനങ്ങൾ നൈജീരിയൻ വ്യോമസേനയുടെ ഭാഗമാവുന്നത്. വാങ്ങിയ അന്ന് തൊട്ട് പണിയാണ്. പണി എന്ന് വെച്ചാൽ പണിയോട് പണി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വിമാനത്തിന്റെ റഡാർ സംവിധാനത്തിൽ പ്രശ്നം, ഏവിയോണിക്സിൽ നിരന്തരമായ പ്രശ്നം, എഞ്ചിനുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നം. അങ്ങനെ 3 വിമാനങ്ങൾ വാങ്ങിയതിൽ 1 മാത്രമാണ് പേരിനെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണോ എന്ന് വ്യക്തമല്ല. ബാക്കി 2 വിമാനങ്ങൾ കട്ടപ്പുറത്ത് കിടക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഈ ഒരു വിമാനത്തിന് അതിന്റെ ആക്രമണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള ശേഷിയില്ല, കൃത്യതയില്ല. മാത്രമല്ല ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. വിമാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിൽ വരെ തകരാറുകളുണ്ട്. പുതിയ JF വിമാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഈ ഉണ്ടാക്കി വിറ്റ സാധനങ്ങളിൽ ഉണ്ടാവുന്ന തകരാറുകൾ കണ്ടുപിടിക്കാനോ പരിഹരിക്കാനോ ചൈനയ്ക്കും പാകിസ്ഥാനും കഴിയുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. വെറും 3 വിമാനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ വ്യൂഹത്തെ പരിപാലിക്കുന്നത് തന്നെ നൈജീരിയയ്ക്ക് ഇപ്പോൾ വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്. വിമാനങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ലിങ്ക് 17 എന്ന ഡേറ്റാ ലിങ്ക് സംവിധാനത്തിന് പോലും വേണ്ടത്ര കാര്യക്ഷമതയില്ല. ഇതുപോലും പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. ഇതിന് വേഗത കുറവാണ്. മറ്റു വിമാനങ്ങളുമായോ കമാൻഡ് സെന്ററുകളുമായോ തത്സമയ ആശയവിനിമയം സാധ്യമാവുന്നില്ല. ഈ ചൈനീസ് പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചൈന പ്രോഡക്റ്റ് ഉണ്ടാക്കും, സ്പെയർ പാർട്സ് ഉണ്ടാവില്ല. കാരണം ഒരു പുതിയ മോഡൽ ഉണ്ടാക്കി ഇന്ന് കുറെ എണ്ണം വിറ്റ് കഴിഞ്ഞാൽ നാളെ പുതിയ അതിന്റെ വേറെ വേരിയന്റ് ആണ്. ഈ പഴയതുമായിട്ട് ഒരു ബന്ധം അതിന് കാണത്തില്ല, അതിന്റെ പാർട്സുകൾ ഉണ്ടാക്കത്തില്ല. ഈ ആഫ്രിക്കൻ വിപണിയിൽ 2 വീലർ കച്ചവടത്തിലടക്കം ചൈന നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി ഈ സർവീസിലെ പോരായ്മകളും സ്പെയർ പാർട്സിലെ അപര്യാപ്തതയുമാണ്. ഇത് തന്നെയാണ് വിമാനത്തിന്റെ കാര്യത്തിലും കാണുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈനയ്ക്കും പാകിസ്ഥാനും കഴിയുന്നില്ല. ഇത് മാത്രമല്ല, ഈ വിമാനത്തിന്റെ എയർ ഫ്രെയിമില് എഞ്ചിനിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം ഇതിലെല്ലാം വിള്ളലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവൻ ഈ വിമാനങ്ങളുടെ ചിറകുകളുടെ താഴെയായിട്ട് എയർ ഫ്രെയിമിലും ചിറകുകളുടെ താഴെ ആയുധങ്ങൾ ഘടിപ്പിക്കുന്ന ഭാഗങ്ങളും ഉണ്ടല്ലോ, അവിടെയൊക്കെ തന്നെ വിള്ളലുകൾ രൂപപ്പെടുകയാണ്. കുറഞ്ഞ സമയം മാത്രം പറത്തിയ വിമാനങ്ങളിൽ ഇത്തരത്തിൽ ഘടനാപരമായ തകർച്ച ഉണ്ടാവുന്നത് ഈ ചൈനീസ് പാകിസ്ഥാൻ ടെക്നോളജിയിൽ രൂപം കൊണ്ട JF-17 വെറും ചാത്തൻ ഐറ്റമാണ്, ഒരു പാട്ട സാധനമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നൈജീരിയക്ക് ഇതിൽ വലിയ ആശങ്കയുമുണ്ട്. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഈ അവസ്ഥയിലാവുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറെ കാശൊക്കെ കൂട്ടി വെച്ചൊരു കാറ് വാങ്ങുകയാണ്. ഈ കാറ് വാങ്ങിയ പിറ്റേ ദിവസം തൊട്ട് സർവീസ് സെന്ററിൽ കയറി ഇറങ്ങേണ്ടി വരികയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് പണിയാണ്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ഇപ്പോ നൈജീരിയയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നൈജീരിയ മാത്രമല്ല, മ്യാൻമാർ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതായത് ചൈനയുടെ മേലുള്ള വിശ്വാസ്യത ലോകത്ത് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്റർനാഷണൽ ന്യൂസസ് ഒക്കെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം, ചൈനീസ് ആയുധങ്ങൾ എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണ് എന്ന് പതിയെ പതിയെ തിരിച്ചറിയുകയാണ്. ഇടയ്ക്ക് വെച്ച് ചൈന ഈ PR സ്റ്റണ്ട് നടത്തും. ഞങ്ങളിതാ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കി. നേരാം വണ്ണം 4ാം തലമുറ വിമാനം ഉണ്ടാക്കാൻ അറിയത്തില്ല, 5ാം തലമുറ വിമാനം ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്നിട്ടാണ് 6ാം തലമുറ ഉണ്ടാക്കി പോലും. പക്ഷെ ചൈന മറ്റു പല മേഖലകളിലും മുന്നിൽ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ചൈന മോശമാണെന്ന അഭിപ്രായമൊന്നുമില്ല. ചൈനീസ് ഡിഫൻസ് പൂർണ്ണമായിട്ട് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് AI ടെക്നോളജിയിലൊക്കെ ചൈന വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൈനീസ് പാകിസ്ഥാൻ സംയുക്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ JF-17 എന്നൊക്കെ പറയുന്നത് ദുരന്തമാണ്. ഒന്നുകിൽ ചൈന പാകിസ്ഥാനിട്ട് നല്ല പണിയുന്നുണ്ട്, പാകിസ്ഥാനെ കൂടെ നിർത്തി നന്നായിട്ട് പൊട്ടം കളിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചൈനീസ് ടെക്നോളജി ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾ വാങ്ങി ഉപയോഗിച്ച രാജ്യങ്ങളൊക്കെ നല്ല പോലെ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇറാൻ, വെനസ്വേല, പാകിസ്ഥാൻ ഒക്കെ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ ചൈനയും പാകിസ്ഥാനും കൂടെ വെച്ച് നീട്ടിയപ്പോൾ ഇരുകൈ നീട്ടി ഇവരുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ നൈജീരിയയും മ്യാൻമാറും അസർബൈജാനും അടക്കം വലിയ വില തന്നെ മിക്കവാറും ഇതിന് കൊടുക്കേണ്ടി വരും. ഈ വലിയ പൈസ കൊടുത്ത് വാങ്ങിയ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. മാത്രമല്ല ഇതിന് പ്രോപ്പർ സർവീസ് ഇല്ല. പ്രോപ്പർ സർവീസ് ചെയ്യാൻ അറിയണ്ടേ, എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻകാർക്ക് ഇതിന്റെ വല്ല കാര്യം അറിയോ? ചൈനയുടെ സഹായം വേണം. ഇപ്പോൾ പാകിസ്ഥാൻ ഇത് വിൽക്കുന്നു എന്നുണ്ടെങ്കിലും ചൈനീസ് പ്രോഡക്റ്റ് ആണിത്. ചൈനയാണ് അതിന്റെ മുഴുവൻ A to Z കാര്യങ്ങൾ ചൈനയാണ് ചെയ്യുന്നത്.
പാകിസ്ഥാനിലെ കുറെ ആളുകൾക്ക് ജോലി എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ പ്ലാന്റുകളിൽ. പാകിസ്ഥാനിൽ എവിടെയൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിയാം. പക്ഷെ അതല്ലാതെ JF-17 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ചൈനീസ് ആയുധമാണ്. ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതിന്റെ ടെക്നോളജിയിൽ പാകിസ്ഥാന് കാര്യമായ റോളൊന്നുമില്ല. പാകിസ്ഥാൻ ജസ്റ്റ് ഒരു പേപ്പറിലുള്ള ഒരു പാർട്ട്ണർ മാത്രമാണ്. ഇത് ചൈന നിർമ്മിച്ചു കൊടുക്കുന്നു, പാകിസ്ഥാൻ ഇത് നമ്മുടേതാണെന്ന് പറഞ്ഞ് വിൽക്കുന്നു. ഈ പണ്ട് മൈക്രോസോഫ്റ്റ് കമ്പനി ഉണ്ടല്ലോ, ചൈനയിൽ പോയിട്ട് ഫോണുകൾ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് വിറ്റ് നമ്മളെയൊക്കെ കുറെ കാലം പറ്റിച്ചല്ലോ. അതുപോലെയാണ് ഈ പറയുന്ന ചൈന ഇന്ന് ലോകത്തെ പറ്റിക്കുന്നത് കുറെ രാജ്യങ്ങളെ. ചൈനയുടെ ഔദാര്യത്തിൽ പാകിസ്ഥാൻ അതിന്റെ പാർട്ണറായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തങ്ങളുടേതാണ് എന്നുകൂടി പറഞ്ഞിട്ട് അവർക്ക് വിൽക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു ചൈനീസ് എയർക്രാഫ്റ്റ് ആണ്. പാകിസ്ഥാന് എയർക്രാഫ്റ്റ് പോയിട്ട് 4 മിസൈൽ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല മര്യാദയ്ക്ക്. ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ പോലും ഇപ്പോഴും വളരെ പിന്നി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെയാണ് സ്പേസിലൊക്കെ. പാകിസ്ഥാന് മര്യാദയ്ക്കൊരു റോക്കറ്റ് അയക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ല. പിന്നെയല്ലേ യുദ്ധവിമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൈനീസ് ടെക്നോളജിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇമാതിരി സാധനങ്ങൾക്ക് കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. പാട്ടയാണെന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിയുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.